ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടമണിയിലേക്ക് സ്വാഗതം. എവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. പ്രത്യക്ഷത്തിൽ കേൾക്കുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കാവുന്ന ഒന്നാണ് തലക്കെട്ടായിട്ട് വന്നിട്ടുള്ളത്. പ്രാർത്ഥന വിശ്വാസം തകർക്കുന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇത് കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ ഇതിന് കീഴെ വന്ന് എതിരഭിപ്രായങ്ങൾ പറയുന്നവരുണ്ടായേക്കാം. ദയവ് ചെയ്ത് മുഴുവൻ കേൾക്കണം. എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് തിരിച്ചറിയാതെ ആദ്യം പറയുന്ന വാക്കിനെ സംബന്ധിച്ച് മാത്രം വിമർശനം ഉന്നയിക്കുന്നത് തികച്ചും നീതിരഹിതമായി പോകും എന്നൊരു കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. വിശ്വാസത്തിന്റെ ഏറ്റവും പ്രകടമായ പ്രവൃത്തിയാണ് പ്രാർത്ഥന. അഥവാ വിശ്വാസം പ്രാർത്ഥന വഴിയാണ് പ്രകാശിതമാകുന്നത്. വിശ്വാസം ഏറ്റുപറയുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. പ്രാർത്ഥന ദൈവ മനുഷ്യ ബന്ധമാണ്. നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്ന, നമ്മുടെ ജീവിതം ദൈവോന്മുഖമാക്കുന്ന ഒരു പ്രവൃത്തിയായി പ്രാർത്ഥനയെ തിരിച്ചറിയണം. പ്രാർത്ഥന ഹൃദയത്തിന്റെ ഉയർച്ചയാണെന്നും ദൈവവുമായുള്ള സംഭാഷണമാണെന്നും ഒക്കെ വിശുദ്ധാത്മാക്കൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതിനേക്കാളൊക്കെ കൂടെ കടന്ന് കുറച്ചുകൂടി മുൻപോട്ട് പോയാൽ നമുക്കൊരു കാര്യം ബോധ്യമാകും. ഒരു സ്നേഹപ്രവൃത്തിയാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഹൃദയബന്ധത്തിന്റെ പ്രവൃത്തിയാണ്. മനുഷ്യബന്ധങ്ങളിലേക്ക് ചൂഴ്ന്നു നിൽക്കുന്ന ഒരു സ്നേഹപ്രവൃത്തിയാണ് പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥനയെ മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് പ്രാർത്ഥന തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതായിട്ട് മാറുന്നത്, അഥവാ വിശ്വാസ അപജയത്തിന് കാരണമായിട്ട് മാറുന്നത്. പ്രാർത്ഥന കേവലം അധരപൂജയല്ല എന്ന് മനസ്സിലാക്കണം. വാചികമായ പ്രാർത്ഥനയുണ്ട്, ധ്യാനാത്മകമായ പ്രാർത്ഥനയുണ്ട്, കർമ്മപ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയ്ക്ക് വിവിധ ഘട്ടങ്ങളുണ്ട്. വാചികമായ പ്രാർത്ഥനകളാണ് നാം സാധാരണ ഉപയോഗിക്കുന്ന ജപങ്ങളൊക്കെ. ഈ ജപങ്ങളെ കടന്ന് നമുക്ക് ധ്യാനാത്മകതയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ധ്യാനാത്മകമായ പ്രാർത്ഥനകൾ തന്നെ വിചിന്തന പ്രാർത്ഥനകളായും പലതരത്തിലെ മാനസിക അഭ്യാസങ്ങളായും അതൊന്നുമല്ലാതെ അതീന്ദ്രിയമായ ധ്യാനാത്മക പ്രാർത്ഥനയായിട്ടും ഒക്കെ നമുക്ക് കാണാം. ഇനി അതൊന്നും കൂടാതെ കർമ്മപ്രാർത്ഥനയുണ്ട്. നമ്മുടെ ജീവിത പ്രവൃത്തികളെല്ലാം പ്രാർത്ഥനയാണ്. ഒപ്പം തന്നെ കൗദാശികമായ അർപ്പണങ്ങൾ നമ്മുടെ പ്രവൃത്തികളെ പ്രാർത്ഥനയാക്കി മാറ്റുന്നു. അങ്ങനെ കൗദാശിക പ്രാർത്ഥനകൾ കർമ്മപ്രാർത്ഥനയാണ്. കർമ്മപ്രാർത്ഥനകൾക്ക് കാർമ്മികനുണ്ട്. ഇത്തരത്തിൽ പ്രാർത്ഥനകൾക്ക് വിവിധങ്ങളായ ഭാഗങ്ങളുണ്ടാകാം, വിവിധങ്ങളായ രീതികളുണ്ടാകാം. ഏത് രീതിയിലൂടെ നാം കടന്നു പോകുമ്പോഴും അതിലെല്ലാം പ്രകാശിതമാകുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ്. പ്രാർത്ഥനയുടെ വെളിപാട് എന്ന് സഭ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയുടെ രഹസ്യാത്മകതയാണ്. ദൈവത്തെയും മനുഷ്യനെയും കൂട്ടിയോജിപ്പിക്കുന്ന കണ്ണിയായി, ദൈവാത്മാവിന്റെ പ്രവൃത്തിയായി പ്രാർത്ഥനയെ തിരിച്ചറിയാൻ കഴിയാതെ പോകുമ്പോഴൊക്കെ നാം വീണുപോകും. വിശ്വാസത്തിന് വിപരീത ഫലങ്ങൾ ഉളവാക്കുന്നതായി മാറിത്തീരും എന്ന കാര്യം സൂചിപ്പിക്കാനാണ് ഇത്തരത്തിൽ ഒരു തലക്കെട്ടോടുകൂടി സംഭാഷണം ആരംഭിക്കുന്നത്. സംഭാഷണം ആരംഭിക്കുന്നതിന് മുമ്പ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രാർത്ഥനയ്ക്കായി നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. ഒന്ന്, നമുക്ക് ഏവർക്കും സന്തോഷം ജനിപ്പിച്ചൊരു വാർത്തയാണ്. അത് നമുക്കൊരു മാർപ്പാപ്പയെ ലഭിച്ചിരിക്കുന്നു. ലയോ 14 മാർപ്പാപ്പ. മാർപ്പാപ്പയുടെ ആയുരാരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം, നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മാർപ്പാപ്പ തന്റെ പ്രഥമ സംഭാഷണത്തിൽ തന്നെ ലോകത്തിന് സമാധാനം ഉണ്ടാകാൻ ആശംസ തന്നു. ആ ആശംസ സ്വീകരിക്കാം. അങ്ങനെ ആശംസ സ്വീകരിക്കുമ്പോഴും തികച്ചും ആശങ്കാകുലമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളെന്ന് ഓർക്കണം. ഇന്ത്യ ഒരു സൈനിക നടപടിക്ക് നിർബന്ധിതമായി. നമ്മുടെ സഹോദരങ്ങളെ കൊന്നു തള്ളുന്ന ഭീകരവാദത്തിനെതിരെ പ്രവർത്തിക്കാൻ ഇന്ത്യക്ക് തയ്യാറെടുക്കേണ്ടി വന്നു. അതിർത്തി ഇപ്പോഴും സംഘർഷഭരിതമാണ്. നമ്മുടെ നിരവധി പേർ വധിക്കപ്പെടുന്നുണ്ട്, കിടക്കാനിടമില്ലാത്തവരായി മാറുന്നുണ്ട്. യുദ്ധങ്ങളെല്ലാം കൊണ്ടുചെന്നെത്തിക്കുന്നത് നിരാശ്രയത്വത്തിലും അനാഥത്വത്തിലുമാണ്. ശവപ്പറമ്പുകളാണ് ശേഷിപ്പിക്കുക. ഒരു യുദ്ധവും ഒരിക്കലും നന്മ ചെയ്യില്ല. അതുകൊണ്ട് സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കൊന്നും നേരിട്ട് അനുഭവമില്ലാത്തതുകൊണ്ട് ഒരു യുദ്ധത്തിന്റെ വ്യാകുലതയോ കെടുതിയോ ഒന്നും നമുക്ക് മനസ്സിലാകില്ല. എന്നാൽ അതിർത്തിയിൽ താമസിക്കുന്നവർക്ക്, ഉത്തരേന്ത്യയിലുള്ളവർക്ക് നിരവധിയായ കഷ്ടപ്പാടുകളും സഹനങ്ങളുമാണ് യുദ്ധം സമ്മാനിക്കുക. എവിടെ ലോകത്ത് യുദ്ധമുണ്ടായാലും അവിടെയെല്ലാം അനാഥത്വങ്ങളാണ് ശേഷിക്കുന്നത്, ശവശരീരങ്ങളാണ് ശേഷിക്കുന്നത്. മനുഷ്യത്വം ഹീനമായി ഹിംസ ചെയ്യപ്പെടുന്ന അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് സമാധാനമുണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യം നേരിടുന്ന ഭീഷണികളെ നേരിടാൻ കരുത്തോടെ പ്രതിരോധിക്കുന്ന ഇന്ത്യയുടെ സേനയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഉറക്കമൊഴിഞ്ഞ് നമുക്കുറക്കമുണ്ടാകാൻ വേണ്ടി അധ്വാനിക്കുന്ന, ജീവൻ പണയം വയ്ക്കുന്ന ആ സഹോദരങ്ങളെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. പ്രാർത്ഥനയുടെ സവിശേഷമായ സാഹചര്യങ്ങളിലേക്കും ബന്ധങ്ങളിലേക്കും ഒക്കെ നമുക്ക് കടന്നു പോകാം. എന്താണ് പ്രാർത്ഥന എന്നതിന് വ്യക്തമായ ഉത്തരം കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 2558 നൽകുന്നുണ്ട്.
എന്താണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം? അത് ക്രിസ്തുവിൽ പിതാവുമായ ദൈവവുമായുള്ള ഗാഢബന്ധത്തിലേക്ക് നമ്മെ എത്തിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തെ തന്നെ ദൈവോന്മുഖമാക്കാനും അവരോന്മുഖമാക്കാനും പ്രേരണ നൽകുന്നതാണ് പ്രാർത്ഥന. ഇതൊരു മഹത്തായ രഹസ്യമാണെന്ന് പറഞ്ഞിട്ട് സഭ പഠിപ്പിക്കുകയാണ്. വിശ്വാസികൾ അതിൽ വിശ്വസിക്കുകയും ആഘോഷിക്കുകയും ജീവിക്കുകയും സത്യദൈവവുമായുള്ള ഗാഢമായ ബന്ധത്തിൽ വ്യാപരിക്കുകയും ചെയ്യണമെന്ന് വിശ്വാസമാകുന്ന ഈ രഹസ്യം നമ്മോട് ആവശ്യപ്പെടുന്നു. ഈ ബന്ധമാണ് പ്രാർത്ഥന. ക്രിസ്തുവിൽ പിതാവായ ദൈവവുമായുള്ള ബന്ധത്തിൽ സവിശേഷമായി നമ്മൾ എത്തിച്ചേരുകയും ആ ബന്ധം മുഖേന മറ്റുള്ളവരോടുള്ള ഗാഢമായ ബന്ധത്തിൽ വ്യാപരിക്കുകയും അങ്ങനെ ക്രിസ്തുവിനെ അനുരൂപരാകുകയും ക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയുടെ ആകത്തുകയായിട്ട് ഈ ബന്ധത്തെ കാണാൻ പറ്റണം. പ്രാർത്ഥനയെ അങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രാർത്ഥന ഒരു താൽക്കാലിക ആവശ്യം നേരിടാനുള്ള ഒരു ഉപാധിയായിട്ട് മാത്രം ഉപകരണാത്മകമായി ചിന്തിക്കുന്ന ഒരു കാലത്താണ് ഈ നിർവചനത്തെക്കുറിച്ച് കൂടുതൽ ഗാഢമായി നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ജീവിത ചുറ്റുപാടുകളൊക്കെ നിരവധിയായ സമ്മർദ്ദങ്ങൾ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നുണ്ട്. ജീവിതം എപ്പോഴും പ്രതികൂലങ്ങൾ നിറഞ്ഞതാണ്, ആവശ്യങ്ങൾ നിറഞ്ഞതാണ്. ഈ സമ്മർദ്ദങ്ങൾക്കകത്ത്, പ്രലോഭനങ്ങൾക്കകത്ത് ഒക്കെ അകപ്പെട്ടു പോകുമ്പോൾ ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാനും സ്ഥൈര്യത്തോടെ ജീവിതത്തെ നേരിടാനും നമ്മെ പ്രാപ്തരാക്കുന്നത് ദൈവവുമായുള്ള ഗാഢമായ ബന്ധമാണ്. ആ ഗാഢമായ ബന്ധത്തിൽ പുരോഗമിക്കാനാണ് പ്രാർത്ഥനകൾ ആവശ്യമായിട്ടുള്ളത്. അതേസമയം അത് കേവല ഉപകരണമായി അവനവന്റെ കാര്യം നേടുന്നതിനുള്ള താൽക്കാലിക പ്രവൃത്തിയായി മാത്രം തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോഴാണ് പ്രാർത്ഥനകൾ അപകടകാരികളായിട്ട് മാറുന്നത്. പ്രാർത്ഥനയെ സംബന്ധിച്ച് സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെ പോകുന്നത് കൊണ്ട് പുതിയ പുതിയ പ്രാർത്ഥനകൾ, പുതിയ പുതിയ പരിഷ്കാരങ്ങൾ, കൂട്ടിച്ചേർക്കലുകൾ, പുതിയ പുതിയ രീതികൾ, അങ്ങനെ പ്രാർത്ഥനയുടെ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന തരത്തിലുള്ള നിരവധിയായ പ്രലോഭിത സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റും ഉയരുന്നുണ്ട്. ജീവിതം എപ്പോഴും അസ്വസ്ഥതകളുള്ളതാണല്ലോ, വിഷമങ്ങളൊക്കെ ഉള്ളതാണല്ലോ, ജീവിതം നേരിടുന്ന പ്രതിസന്ധികളെയാണല്ലോ. ഈ പ്രതിസന്ധികൾക്കകത്ത് അകപ്പെട്ടു പോകുന്ന മനുഷ്യൻ ദൈവവുമായുള്ള ഗാഢമായ ബന്ധത്തിലും സാഹോദര്യ ബന്ധത്തിലും പുരോഗമിക്കുക വഴി എല്ലാറ്റിനെയും അതിജീവിക്കണമെന്നാണ് ദൈവത്തിന്റെ അഭിലാഷം. ഒന്നിൽ നിന്നും ഒളിച്ചോടാനല്ല. പക്ഷെ പ്രാർത്ഥന പലപ്പോഴും ഒളിച്ചോട്ടമാകുന്നു, പ്രതിരോധം തീർക്കാനുള്ള ഉപാധിയായിട്ട് മാറുന്നു, പ്രാർത്ഥനയെ ആയുധമായിട്ട് തെറ്റിദ്ധരിക്കുന്നു. ജീവിതത്തിന്റെ ഏറ്റവും ആർദ്രമായ ഒരു ബന്ധമായി മാറേണ്ട പ്രാർത്ഥന അങ്ങനെ പലപ്പോഴും ഉപകരണാത്മകമായ യാന്ത്രികമായ തരത്തിലേക്ക് തരംതാണു പോകാനിടയാകുന്നുണ്ട്. പ്രാർത്ഥനയെ പ്രധാനമായും 3 തലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റണം. 1 ദൈവികമായ ദാനമാണ്, 2 ഉടമ്പടിയാണ്, 3 ഒരു കൂട്ടായ്മയാണ്. പ്രാർത്ഥനയെ ദൈവിക ദാനമായി തിരിച്ചറിയണം. മാനുഷികമായ ശക്തി കൊണ്ടും കഴിവുകൊണ്ടും അല്ലെങ്കിൽ നമ്മൾ സങ്കല്പിച്ചെടുക്കുന്ന രൂപരേഖകൾ കൊണ്ടും പൂർത്തീകരിക്കാവുന്ന ഒന്നല്ല പ്രാർത്ഥന. പ്രാർത്ഥനയിൽ പ്രധാനമായിട്ട് വേണ്ടത് വിനയമാണെന്ന് കാറ്റക്കിസം പറയുന്നുണ്ട്. ആ വിനയം എങ്ങനെയാണ്? നമുക്ക് പ്രാർത്ഥിക്കാൻ തന്നെ അറിഞ്ഞുകൂടാ. റോമർ 8:26 പറയുമല്ലോ, വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവിന്റെ ദാനത്താൽ അല്ലാതെ പ്രാർത്ഥിക്കാൻ സാധ്യമല്ല. പ്രാർത്ഥനയ്ക്കുള്ള ഒരുക്കമായി നമ്മൾ ജപങ്ങളൊക്കെ ചെല്ലുന്നുണ്ട്, പ്രാർത്ഥനാ രീതികൾ അവലംബിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഹൃദയം ഉയരുന്നത് പരിശുദ്ധാത്മ പ്രേരണയാലാണ്. പരിശുദ്ധാത്മ പ്രേരണയ്ക്ക് എപ്രകാരമാണ് നാം വിധേയപ്പെടുന്നത് എന്നതനുസരിച്ചാണ് പ്രാർത്ഥന. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആകയാൽ പരിശുദ്ധാത്മാവ് തന്നെ നെടുവീർപ്പുകളിലൂടെ പ്രാർത്ഥിക്കുന്നു എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാര്യങ്ങൾ എന്തെങ്കിലും സാധിച്ചു കിട്ടാൻ ദൈവത്തിന്റെ സന്നിധിയിൽ കൈനീട്ടുന്നതാണ് നമ്മുടെ മനോഭാവം എന്നല്ല പറയേണ്ടത്. പ്രാർത്ഥന തന്നെ സ്വീകരിക്കാൻ നമുക്ക് ഒരു എളിമയുടെ മനോഭാവം ഉണ്ടാകണം. ഒരു ഭിക്ഷുവിന്റെ നിലയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ പറ്റണം. പ്രാർത്ഥിക്കാൻ കഴിയുക പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, എളുപ്പമുള്ള കാര്യമല്ല. പലപ്പോഴും നമുക്ക് തന്നെ അതൃപ്തി ഉണ്ടല്ലോ, നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ശരിയാവുന്നുണ്ടോ എന്ന് നമുക്ക് തന്നെ തോന്നും. പ്രാർത്ഥന ശരിയാവുന്നുണ്ടോ എന്ന് തോന്നാൻ കാരണം നമുക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ. അവിടെ ഒരു എളിമയുടെ മനോഭാവമാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ഭിക്ഷുവിനെ പോലെ നാം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഭിക്ഷ യാചിക്കുന്ന മനോഭാവത്തോടെ, യാചക മനോഭാവത്തോടെ പലപ്പോഴും പെരുമാറുന്നുണ്ട്. പക്ഷെ പ്രാർത്ഥന എന്നത് ദൈവിക ദാനമാണെന്ന ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ ഒരു ഭിക്ഷുവിനെ പോലെ നിൽക്കാൻ നമുക്ക് കഴിയണം. നമുക്കിപ്പോഴും പ്രാർത്ഥിക്കാൻ തികച്ചും കഴിഞ്ഞിട്ടില്ല എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. കാരണം ദൈവവും നമ്മൾ തമ്മിലുള്ള അന്തരം എന്താണ്? ദൈവം എപ്പോഴും സമ്പൂർണതയാണ്, നമ്മളൊരു പരിമിതിയാണ്. ഈ പരിമിതാവസ്ഥയിൽ നിന്ന് പരിപൂർണതയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് ക്രിസ്തുവിൽ സാധ്യമാകുന്ന കാര്യമാണ്. ആ ക്രിസ്തുവിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഹൃദയം ഉയർത്തണമെങ്കിൽ നമുക്ക് വേണ്ടത് എളിമയുടെ നിലപാടാണ്. പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ എന്ന ബോധ്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് പ്രാർത്ഥിക്കാൻ അറിയാമെന്ന മനോഭാവമാണ്. ഞങ്ങൾ ഒത്തിരിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ കഴിവാണ് പ്രാർത്ഥനയെന്ന് പലപ്പോഴും തെറ്റിദ്ധരിച്ചു പോകുന്നു. അതുകൊണ്ടാണ് പലതരത്തിലുള്ള പ്രക്രിയകൾ പ്രാർത്ഥനയ്ക്കകത്ത് നമ്മൾ കൊണ്ടുവയ്ക്കുന്നത്, പ്രവർത്തന രീതികൾ. ഇതൊക്കെയാണ് പ്രാർത്ഥന, ഇങ്ങനെയാകണം പ്രാർത്ഥന എന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ടാകുന്നു.
പ്രാർത്ഥനയുടെ പ്രാരംഭഘട്ടത്തിൽ ഉണ്ടാകാവുന്ന ഒരു വലിയ വീഴ്ചയാണത്. പ്രാരംഭഘട്ടത്തിൽ എപ്പോഴും നമുക്ക് തോന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്ന് തോന്നും. ഒരു പഴയ അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഒരിക്കൽ പ്രാർത്ഥിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നു. ഒരു പ്രാർത്ഥനയുടെ പ്രകരണങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്നില്ല, ഒന്നിലും നിലനിൽക്കാൻ കഴിയുന്നില്ല, ഒന്നും അങ്ങ് ഒരു ഹൃദയപൂർവമായിട്ട് തോന്നുന്നില്ല. ജപമാല ചെല്ലുന്നുണ്ട്, പലതുമൊക്കെ അനുഷ്ഠിക്കുന്നുണ്ട്, പക്ഷെ ഹൃദയപരമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നതിൽ ഒരു പരിമിതി അനുഭവപ്പെടുകയാണ്. അങ്ങനെ പരിമിതി അനുഭവപ്പെടുന്നു, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല എന്ന ബോധം വരുന്നു. അങ്ങനെ അവസാനം കുമ്പസാരിക്കാനായിട്ട് പോകുന്നു. അങ്ങനെ കുമ്പസാരിക്കുമ്പോൾ ഒരു സന്യാസ വൈദികനോടാണ് കുമ്പസാരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ദൈവസന്നിധിയിലാണ്. അദ്ദേഹത്തോട് കുമ്പസാരത്തിൽ ഏറ്റു പറയാണ്, എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അദ്ദേഹം ഒരു സന്യാസ വൈദികനായതുകൊണ്ട് തന്നെ അദ്ദേഹം തന്ന ഉപദേശത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് മരുഭൂമി അനുഭവം ഉണ്ടാകും. മരുഭൂമി അനുഭവം എന്ന് പറഞ്ഞ അനുഭവം ഉണ്ടാകും. വിശുദ്ധാത്മാക്കൾക്കൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. മരുഭൂമി അനുഭവം ഉണ്ടാകാം പ്രാർത്ഥനയിൽ. പ്രാർത്ഥിക്കാൻ കഴിയാത്തതായ ഒരു അനുഭവം ഉണ്ടാകാം. താഴ്മയോടെ നിൽക്കുക, ദൈവം എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞൊക്കെ ആശ്വസിപ്പിച്ച് അദ്ദേഹം വിടുകയുണ്ടായി. പക്ഷെ എന്റെ മനസ്സിന് അപ്പോഴും ആ ദാഹം മാറുന്നില്ല, അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയിലേക്ക് എത്താതെ പോകുന്നതിന്റെ ഒരു വൈഷമ്യം, ഒരു ഹൃദയപരമായ ഞെരുക്കം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ എന്നിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എങ്കിലും ദൈവമേ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലല്ലോ. മറ്റെല്ലാ ആശ്രയവും വിട്ടു, ജീവിതം തന്നെ തകർന്നു, കിടക്കാനിടമില്ലാതെയായി, ഭാര്യയും കുഞ്ഞുങ്ങളും ഭാര്യ വീട്ടിലായി, ഞാൻ കിടക്കാനിടമില്ലാതെ തെരുവിൽ അലയുന്ന സമയമാണ്. വളരെയധികം വൈഷമ്യത്തിലാണ്, സാമ്പത്തികമായും സാമൂഹ്യമായും എല്ലാം വെട്ടിമുറിക്കപ്പെട്ട് ജീവിതത്തിന്റെ അർത്ഥം തന്നെ എന്തെന്ന് കണ്ടെത്താൻ കഴിയാതെ അലയുന്നൊരു സമയമാണ്. ആകെ ഒരു ആശ്രയമുള്ള ദൈവമാണ്. ആ ദൈവം കൈവിട്ടാൽ പിന്നെ എന്തുണ്ട് ബാക്കി? അതുവരെ ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ട് ജീവിതം അർത്ഥരഹിതമെന്ന് തോന്നാവുന്ന സമയത്ത് ആകെയുള്ള പിടിപള്ളിയായ ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം, ഉത്കണ്ഠ ഹൃദയത്തെ ഭരിക്കുന്നൊരു സമയമാണ്. ആ ഒരു വേദനയോടെയാണ് ദൈവത്തോട് തിരികെ നടക്കുമ്പോഴും പറയുന്നത്, എങ്കിലും ദൈവമേ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പൊ തിരിച്ചു വരുമ്പോ കർത്താവ് ഹൃദയത്തിൽ ചോദിക്കുകയാണ്, ആരാണ് പ്രാർത്ഥിക്കുന്നത്? ആർക്കാണ് പ്രാർത്ഥിക്കാൻ കഴിയാത്തത്? ഞാൻ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ആരാണ് പ്രാർത്ഥിക്കുന്നത്? ഞാൻ. ദൈവം പറഞ്ഞു, അതാണ് പിഴവ്. പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. നിന്റെ അകത്ത് പ്രവർത്തിക്കുന്ന ആത്മാവാണ് പ്രാർത്ഥിക്കുന്നത്. നിന്റെ അകത്താണ് ആ വേദന ഉണ്ടാകുന്നത്, ആ നൊമ്പരമാണ് പ്രാർത്ഥന. മിസ് യോഹന്നാൻ ക്രൂസിന്റെ സ്നേഹജ്വാല വായിക്കേണ്ടതാണ്. ആ കവിതയ്ക്കകത്ത് മിസ്റ്റർ ജോൺ ഓഫ് ദി ക്രോസ് പറയുന്നുണ്ട്, ആദ്യത്തെ ഒരു ചുംബൻ എന്തെന്ന് നീ കടന്നു കളഞ്ഞല്ലോ ദൈവമേ. ഒരു സ്നേഹാനുഭവം നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ എരിച്ചിലുണ്ടാകുന്നു. ആ എരിച്ചിലാണ് സ്നേഹജ്വാലയായിട്ട് മാറുന്നത്, ഹൃദയം കത്തിയെരിയുന്ന അനുഭവമായിട്ട് മാറുന്നത്. ദൈവം ആ ഉത്തരം തന്നതോടുകൂടി എൻ്റെ മനസ്സ് ശാന്തമായി. ഞാനല്ല പ്രാർത്ഥിക്കുന്നത്, എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല. പ്രാർത്ഥന നിന്റേതാണ് ദൈവമേ, നിന്റെ കരങ്ങളിൽ ഞാൻ ശരണപ്പെടുന്നു. അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ശരണപ്പെടലിന് ഇടയാകും വിധം ഹൃദയത്തിനുണ്ടാകുന്ന ഒരു ഞെരുക്കമാണ്, ഒരു നൊമ്പരമാണ്, ഒരാളിക്കത്തലാണ് പ്രാർത്ഥന എന്ന് മനസ്സിലാക്കാൻ ദൈവികമായ ഇടപെടൽ കൊണ്ട് സാധ്യമാവും. കേവലം മാനുഷിക പ്രവൃത്തിയായി നാം ജപങ്ങൾ അർപ്പിക്കുമ്പോഴും ധ്യാനത്തിലിരിക്കുമ്പോഴും ഒക്കെ നമുക്ക് തോന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പ്രാർത്ഥന ഒരു കേവല പ്രവൃത്തിയായി തെറ്റിദ്ധരിക്കും. വാസ്തവത്തിൽ വിശ്വാസത്തിന് വിപരീതമായൊരു കാര്യമാണ് അതെന്ന് ഓർക്കണം. പ്രാർത്ഥനയ്ക്കകത്ത് നമ്മുടെ പ്രവൃത്തി എന്താണ്? ദൈവസന്നിധിയിലായിരിക്കുക. ദൈവസന്നിധിയിലായിരിക്കുക. നിങ്ങൾക്ക് എത്ര തലവേദന ഉള്ളപ്പോഴും പ്രാർത്ഥിക്കാം, ഏതവസ്ഥയിലും പ്രാർത്ഥിക്കാം. ഇരുന്നു കൊടുക്കണം, ദൈവസന്നിധിയിൽ ഇരുന്നു കൊടുക്കുക. ദൈവമേ എന്നിൽ പ്രവർത്തിക്കണമേ, എനിക്കൊന്നും കഴിയുന്നില്ലല്ലോ, എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന ഹൃദയത്തിന്റെ വിലാപത്തോളം ശക്തമായ എന്ത് പ്രാർത്ഥനയുള്ളത്? എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല ദൈവമേ, എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല ദൈവമേ. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളോട് പറയും എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞു നോക്കിയേ. അത് പറയുമ്പോൾ മറ്റേ ആൾ പറയും ഇല്ല നീ സ്നേഹിക്കുന്നുണ്ട്. മിസ്റ്റർ പത്രോസിനോട് യേശു ചോദിക്കുന്നുണ്ടല്ലോ, നീ സ്നേഹിക്കുന്നുവോ? 3 തവണയാണ് ചോദ്യം. ആദ്യത്തെ തവണ സ്നേഹിക്കുന്നു എന്നാണ് മിസ്റ്റർ പത്രോസ് പറയുന്നത്. 2ാം തവണയും പറയുന്നത് ഞാൻ സ്നേഹിക്കുന്നുവെന്നാണ്. 3ാം തവണയാകുമ്പോ പത്രോസിന് മനസ്സിലാകുന്നുണ്ട്, എന്റെ പ്രവൃത്തിയല്ല സ്നേഹം, സ്വന്തം പ്രവൃത്തിയല്ല സ്നേഹം. അതുകൊണ്ട് പറയാണ് ഞാൻ സ്നേഹിക്കുന്നു എന്ന് അങ്ങറിയുന്നു, എല്ലാം അങ്ങറിയുന്നു, അങ്ങേക്ക് മാത്രമേ അതറിയാൻ കഴിയൂ. അങ്ങനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒരു സമ്പൂർണ്ണ സമർപ്പണം നടത്താൻ ഇടയാകും വിധം ഹൃദയത്തെ താഴ്ത്തുന്ന അല്ലെങ്കിൽ എളിമയിലേക്ക് കൊണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന ഒരു ദൈവിക ദാനമാണ്. ഇങ്ങനെ പ്രാർത്ഥനയെ ഒരു ദൈവത്തിന്റെ ദാനമായി തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് തന്നെ കേവലം മാനുഷിക പ്രവൃത്തിയായിട്ട് തരംതാണു പോകും. യോഹന്നാന്റെ സുവിശേഷത്തിൽ സമരിയക്കാരിയും യേശുവുമായുള്ള സംഭാഷണത്തിനകത്ത് അത് കാണാം. അവളോട് വെള്ളം ചോദിക്കുന്ന ദൈവം അവളെ ഉണർത്തുകയാണ്.
ദൈവസന്നിധിയിലേക്ക് ഉണർത്തുകയാണ്. ഞാൻ സമരിയക്കാരിയാണെന്ന് പറയുകയും ഒടുവിൽ ജീവജലം നൽകാമെന്ന് ക്രിസ്തു പറയുകയും ചെയ്യുമ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് ആ ജലം മതി. നീ ദൈവത്തിന് ദാനം അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് ചോദിക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ നിന്നോടാണ് ചോദിച്ചത്. പ്രഥമമായി ദൈവം നമ്മോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഹൃദയം. ആ ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ പ്രവർത്തിക്കുന്നത് മുഴുവൻ ദൈവമാണ്. ഈ പ്രാഥമിക പടി മാത്രമേ മാനുഷിക പ്രേരണയ്ക്കകത്തുള്ളൂ. അതും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാലാണ്. രണ്ടാമത്തെ ഭാഗം, നീ ഈ ദൈവിക ദാനത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ. അങ്ങനെ ദൈവിക ദാനം എന്താണെന്ന് തിരിച്ചറിയുന്ന സമരിയക്കാരി ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നു. ക്രിസ്തുവിനെ അവൾ ഹൃദയത്തിന്റെ നാഥനായി തിരിച്ചറിയുന്നു. അതുകൊണ്ട് അവൾ സുവിശേഷ പ്രഘോഷകയായിട്ട് മാറുക. ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുഭവിക്കുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ രഹസ്യങ്ങൾ അറിയുന്ന, നമ്മുടെ ജീവിതത്തിന്റെ അകക്കാമ്പെന്തെന്ന് തിരിച്ചറിയുന്ന ഒരുവന്റെ സന്നിധിയിലാണ് നമ്മളെന്ന ബോധ്യത്തിലേക്ക് വരികയും ദൈവത്തിന്റെ പരമമായ ദാനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഹൃദയം തുറന്നു വെക്കുകയും ചെയ്യണം. ഒരു കാലിപ്പാത്രമായി ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കാൻ കഴിയുമ്പോഴാണ് വാസ്തവത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മിലുണ്ടാകുക. ബാക്കിയൊക്കെ പ്രാർത്ഥനയ്ക്കുള്ള ഒരുക്കങ്ങൾ മാത്രമാണ്. ജപങ്ങളായാലും ധ്യാനമാർഗങ്ങളായാലും എല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുക എന്നൊരു പ്രവൃത്തിയിലേക്ക് മാത്രമേ നമുക്ക് എത്താൻ കഴിയൂ. പ്രവർത്തിക്കുന്നത് ദൈവമാണ്, പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. അത് നമ്മുടെ നെടുവീർപ്പുകളിലൂടെ നിർവഹിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാം, അവിടെ അന്ത്രയോസും ഫിലിപ്പോസും കൂടി നഥാനയേലിനെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടിരുന്നു. നഥാനയേൽ അത്തിമരത്തിന് ചുവട്ടിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അത് വളരെ രഹസ്യമായ കാര്യമാണ്. അതാരും കണ്ടിട്ടില്ല. നഥാനയേൽ അത്തിമരത്തിന്റെ ചുവട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് ആരും കണ്ടിട്ടില്ല. യേശു അവനോട് പറയാണ്, നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടു. പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത് ദൈവമാണെന്നാ പറയണേ. ഉടനെ നഥാനയേലിന് കാര്യം മനസ്സിലായി. ഇന്ന് ഇസ്രായേലിന്റെ ഗുരുവാണ്, നാഥനാണ് എന്ന് ഏറ്റു പറയാൻ നഥാനയേലിന് കഴിയുന്നത് താൻ പ്രാർത്ഥിക്കുന്ന വേളയിൽ തന്നെ കണ്ട ഒരുവൻ. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കുകയും നിരന്തരം നമ്മിലേക്ക് ആത്മാവിനെ വർഷിക്കുകയും ആത്മാവിന്റെ പ്രവൃത്തിയാൽ ഉള്ളിനെ ഇരിക്കുകയും ദൈവസ്നേഹത്തിലേക്ക് ഉന്മുഖരാക്കുകയും ചെയ്യുന്ന ആ സ്നേഹപ്രവൃത്തിയുടെ മുഴുവൻ ദാതാവായ ദൈവത്തിലേക്ക് ഹൃദയം ഉയർത്തി വെക്കാൻ പറ്റണം. അങ്ങനെ ജീവജലം മേടിച്ച് അത് പാനം ചെയ്യുന്നവരായി, ആ സമൃദ്ധി അനുഭവിക്കുന്നവരായി നമുക്ക് മാറാൻ കഴിയണം. ഇത് ആലങ്കാരികമായി പറയുന്നതിലല്ല. ജീവിതത്തിന്റെ ഏത് നിമിഷത്തിലും ദൈവസന്നിധിയിൽ ഒരു തുറന്ന പാത്രമായിരിക്കാനും ദൈവികമായ ഈ ജീവജലം ഹൃദയത്തിൽ സ്വീകരിക്കാനും അങ്ങനെ ഒരു ജീവജലത്തിന്റെ അരുവിയായി തിരിച്ചു മാറാനും നമുക്ക് കഴിയുമ്പോഴാണ് ദൈവസ്നേഹം പരസ്നേഹത്തിലേക്ക് പ്രവഹിക്കുകയും അതുവഴി നാം സാക്ഷാത്കാര അനുഭവത്തിലേക്ക് വരികയും ചെയ്യും. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന്, ഒരു ദൈവിക ദാനമാണ് പ്രാർത്ഥന. ഇത് എന്റെ കഴിവോ പ്രവൃത്തിയോ കൊണ്ടല്ല, ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തിയല്ല, ആ പ്രവൃത്തിയെ അതിലേക്ക് ആനയിക്കുന്ന ദൈവികമായ പ്രേരണയുടെയും പ്രവൃത്തിയുടെയും ഫലമാണ് പ്രാർത്ഥന എന്ന് തിരിച്ചറിയണം. എങ്ങനെയാണ് പ്രാർത്ഥന ഉണ്ടാകുന്നത്? പ്രാർത്ഥിക്കുന്നത് സമ്പൂർണനായ മനുഷ്യനാണ്. അത് വാക്കുകളിലൂടെ ആയാലും ആംഗ്യങ്ങളിലൂടെ ആയാലും ഓരോ തരത്തിലുള്ള നിലകളിലൂടെ ആയാലും പ്രവൃത്തികളിലൂടെ ആയാലും പ്രാർത്ഥിക്കുന്നത് ഹൃദയമാണ്. ഹൃദയം എപ്രകാരം ദൈവത്തിലേക്ക് വരുന്നു എന്നാണല്ലോ പ്രധാനം. ഹൃദയത്തിൽ നിന്നാണ് പ്രാർത്ഥന വരുന്നത്. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന ഹൃദയത്തിൽ നിന്നാണ്. അതിന്റെ പ്രേരണകൾക്കും പ്രചോദനങ്ങൾക്കും അനുസരിച്ച് നമ്മുടെ അധരങ്ങൾ സംസാരിക്കുകയും നമ്മുടെ ആംഗ്യങ്ങളും നമ്മുടെ പ്രവൃത്തികളും മാറിത്തീരുകയും ചെയ്യാണ് ശരിക്കും. അപ്പൊ ഹൃദയത്തിനകത്ത് സ്നേഹത്തിന്റെ ജ്വാലയായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയായി പ്രാർത്ഥനയെ അനുഭവിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് യഥാർത്ഥ പ്രാർത്ഥന അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയുക. ഹൃദയത്തിൽ നിന്ന് അകന്നാകുമ്പോൾ അത് കേവലം പ്രകടനം മാത്രമായിട്ട് മാറും, അത് വ്യർത്ഥമായിട്ട് മാറും. പ്രാർത്ഥന ദൈവവും മനുഷ്യനും തമ്മിൽ ക്രിസ്തുവിലുള്ള ഉടമ്പടിയുടെ ബന്ധമാണ്. യേശുക്രിസ്തുവിലാണ് പ്രാർത്ഥന. ദൈവവും മനുഷ്യനുമായി ചേരുന്ന ഒരു ഉടമ്പടിയായി ക്രിസ്തുവിൽ മാറുന്നു. അതാണ് പ്രാർത്ഥന. ഉടമ്പടി പ്രാർത്ഥന എന്ന പേരിൽ നടക്കുന്ന വ്യാജ പ്രാർത്ഥനയെ കുറിച്ചല്ല പറയുന്നത്. ഉടമ്പടി എന്നത് ക്രിസ്തുവിൽ സംഭവിക്കുന്ന കാര്യമാണ്. പുതിയ ഉടമ്പടിയായ ക്രിസ്തുവിൽ ദൈവവും നമ്മളുമായി അനുരഞ്ജിതരാകുന്നു, കൂട്ടിച്ചേർക്കപ്പെടുന്നു. ഈ ബന്ധമാണ് പ്രാർത്ഥന തിരിച്ചറിയാൻ പറ്റണം. അങ്ങനെ പ്രാർത്ഥന ഒരു ഉടമ്പടിയാണെന്നും തിരിച്ചറിയണം. അത് കേവല കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രവൃത്തിയായിട്ടോ നിഷ്ഠകളായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ആചാരപരമായ
കാര്യങ്ങളായിട്ടോ അല്ല മനസ്സിലാക്കേണ്ടത്. ഹൃദയപരമായി ക്രിസ്തുവിലുണ്ടാകുന്ന ഒരു ഐക്യമാണ്. അത് സാധ്യമായ കാര്യമാണ്. ആ ഉടമ്പടിക്കകത്താണ് നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഒരു പ്രാർത്ഥനയായി മാറുകയാണ്. നാം അറിയാതെ നമ്മൾ തന്നെയാണ് പ്രാർത്ഥനയായിട്ട് മാറുന്നത്. നമ്മുടെ ജീവിത പ്രവൃത്തികളും പ്രയോഗങ്ങളും പ്രാർത്ഥനയായി വരുന്നത് ഹൃദയപരമായിട്ട് മാറുമ്പോഴാണ്. ഹൃദയപരമായ ബന്ധം യേശുവിൽ ഉറയ്ക്കുമ്പോൾ ക്രിസ്തുവിലേക്ക് നോക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിനായിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ ഹൃദയം ഉയരുന്നു. ആ സ്നേഹാനുഭവത്തെയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയായിട്ട് തിരിച്ചറിയേണ്ടത്. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 2565 പറയുന്നുണ്ട്, അനന്ത നന്മയായ ദൈവത്തോടും യേശുവിനോടും പരിശുദ്ധാത്മാവിനോടുമുള്ള ഗാഢമായ ബന്ധത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് പുതിയ ഉടമ്പടിയിലെ പ്രാർത്ഥന. പുതിയ ഉടമ്പടി ക്രിസ്തുവിൽ സ്ഥാപിതമായതാണ്. ദൈവവുമായുള്ള സ്നേഹത്തിന്റെ പാരമ്യത്തെയും മനുഷ്യനോടുള്ള ദൈവത്തിന്റെ അവാജ്യമായ സ്നേഹബന്ധത്തിന്റെ അപരിമേയമായ ബന്ധത്തിന്റെ പൂർണ്ണതയും ക്രിസ്തുവിൽ പ്രകാശിതമാകുന്നത് കുരിശിലാണ്. ആ കുരിശാണ് പ്രാർത്ഥനയുടെ അടയാളമായിട്ടുള്ളത്. നമ്മൾ പ്രാർത്ഥനയ്ക്ക് ആരംഭിക്കുമ്പോൾ കുരിശ് വരയ്ക്കുമല്ലോ. കുരിശിലാണ് പ്രാർത്ഥനയുടെ ഏറ്റവും സമൂർത്തമായ ഭാവം. അതെങ്ങനെയാണ്? അനന്തനന്മയായ ദൈവവുമായിട്ടും യേശുക്രിസ്തുവുമായും പരിശുദ്ധാത്മാവുമായുമുള്ള ഗാഢമായ ബന്ധത്തിലേക്ക് ദൈവമക്കൾ എത്തിച്ചേരുന്ന അവസ്ഥയാണ്. മാമോദീസ വഴി കൂട്ടായ്മയിലേക്ക് വന്നവരാണ് നമ്മൾ. അതേസമയം തന്നെ ഈ കൂട്ടായ്മയെ സ്ഥിരമായി അനുഭവിക്കുന്ന തലത്തിൽ സജീവമായൊരു ബന്ധം സഭാ കൂട്ടായ്മയ്ക്കകത്ത് ഉണ്ടാകുകയും ആ കൂട്ടായ്മയിൽ ജീവിക്കുകയും ദൈവ മനുഷ്യ ബന്ധത്തിന് ചാലകമായി സ്വയം മാറാൻ, സ്വയം സമർപ്പിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് പ്രാർത്ഥനയെ പുരോഗമിക്കാൻ നമുക്ക് കഴിയുക. അങ്ങനെ ആയിത്തീരുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന ക്രിസ്തീയമായിട്ട് മാറുക. എഫേസ്യർ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 14 മുതലുള്ള തിരുവചനങ്ങൾ ഓർക്കണം. ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ മുട്ടുകൾ മടക്കുന്നു. അവിടുത്തെ സ്നേഹത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം യേശുക്രിസ്തുവിൽ വേരുപാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരു സ്നേഹപ്രവൃത്തിയായി പ്രാർത്ഥനയെ മാറ്റണമേ എന്ന് വചനത്തിലൂടെ ശ്രീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവിടുത്തെ സ്നേഹത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കണമെന്നും വേരുപാകി സ്നേഹത്തിൽ അടിയുറയ്ക്കാൻ നാം കെൽപ്പുള്ളവരാകണമെന്നുമാണ് പ്രാർത്ഥന. എല്ലാ വിശുദ്ധരോടുമൊത്ത് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും അറിവിനെ അതിശയിക്കുന്ന മഹത്വത്തിന്റെ സമ്പന്നത അനുഭവിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവമായ അർത്ഥനയുണ്ടാകുന്നതാണ് പ്രാർത്ഥന. അതുകൊണ്ട് പ്രാർത്ഥനയെ നാം തിരിച്ചറിയണം. അതൊരു കൂട്ടായ്മയുടെ വേദിയാണ്. മനുഷ്യ ബന്ധത്തിന്റെ ഒരു സമജ്ഞമായ സമ്മേളനമാണ് പ്രാർത്ഥനയിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയെ ഇപ്രകാരം ആദ്യം തിരിച്ചറിയണം, ഒരു ബന്ധമായിട്ട്. എന്നിട്ട് വേണം ആനുകാലിക ലോകത്തുള്ള പ്രാർത്ഥനകളെ കുറിച്ച് നമ്മൾ ആലോചിക്കാൻ. പ്രാർത്ഥനയുടെ വിരുദ്ധാനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. പ്രാർത്ഥന വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതാകുന്ന എങ്ങനെയാണ് മാറുന്നത്? പ്രാർത്ഥന കേവലം കാര്യസാധ്യത്തിനുള്ള പ്രാർത്ഥനയായിട്ട് മാറുന്നു. ഈ ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ കർത്താവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ നിർഭാഗ്യവാന്മാരാണ്. 1 കൊരിന്ത്യർ 15:19. ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കർത്താവിൽ പ്രത്യാശ വെക്കുന്നത്. ഹൃദയഭാവം അങ്ങനെയാണ്. കാര്യം നടക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഇല്ലാത്തതൊക്കെ കൂട്ടിത്തരാനും ഇഷ്ടമില്ലാത്തതൊക്കെ മാറ്റിത്തരാനും കഷ്ടമായതൊക്കെ നീക്കിത്തരാനും വേണ്ടി നിരന്തരമായി അർത്ഥിക്കുന്ന നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തെ അവഗണിക്കുകയും ദൈവത്തിന്റെ സ്നേഹമല്ല നമുക്ക് ആവശ്യം, നമുക്ക് നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറുന്നതാണ് പ്രധാനമെന്നും വരുന്നു. നാം എന്ത് പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോഴും നമ്മുടെ മനോഭാവമായിരിക്കേണ്ടത് എന്താണ്? നമ്മുടെ പിതാവായ ദൈവം രക്ഷകനായ ക്രിസ്തുവിലൂടെ നമുക്ക് തന്ന അനന്തമായ സ്നേഹാനുഭവത്തിലേക്ക് ഉയരാൻ പരിശുദ്ധാത്മാവിൽ നമ്മെ ശക്തിപ്പെടുത്തണമേ എന്നാണ്. ഈ ലോകത്തിന്റെ സമ്മർദ്ദങ്ങൾ അവസാനിക്കുന്ന സമ്മർദ്ദങ്ങളല്ല, ആവശ്യങ്ങൾ അവസാനിക്കുന്ന ആവശ്യങ്ങളല്ല. ഒരാവശ്യം കൊണ്ട് ജീവിതം തീരില്ല. അതുകൊണ്ട് കേവലമായ കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇഷ്ടങ്ങൾ നിറവേറി കിട്ടാൻ വേണ്ടി മുട്ടിലഴയുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസ വിരുദ്ധരായിട്ട് നമ്മൾ മാറുന്നു. 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, വിശ്വാസം എന്ന സ്നേഹപ്രവൃത്തിയെ നമ്മൾ നിഷേധിക്കുന്നു. ഒരു വ്യാപാര ബന്ധമായിട്ട് മാറുന്നു. കാര്യം നടന്നു കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ദൈവത്തെ സമീപിക്കുന്നത്. ഒരു മാനുഷിക ബന്ധത്തിനകത്ത് തന്നെ ആലോചിച്ച് നോക്കിയേ. സ്നേഹിക്കുന്ന 2 പേർ തമ്മിൽ ഉള്ള ബന്ധത്തെ ഉലയ്ക്കുന്നത് എന്താ? കാര്യം കാണാൻ വേണ്ടി തന്നെ മറ്റയാൾ ഉപയോഗിക്കുകയാണെന്ന് തോന്നുന്നത് ബന്ധമകറ്റും. സ്നേഹിക്കുക എന്നതിന് പകരം മറ്റൊരാളെ ഉപയോഗിക്കുകയാണ് എന്ന് അയാൾക്ക് ബോധ്യപ്പെടുന്ന നേരത്ത് ആ ബന്ധം അവസാനിക്കും. പലപ്പോഴും ജീവിത ബന്ധങ്ങൾ തകരുന്ന അവിടെയല്ലേ. ഇയാൾ എന്നെ ഉപയോഗിക്കുകയാണ്, ഇയാളുടെ സ്നേഹം നിർവ്യാജമല്ല. നിർവ്യാജം എന്ന് വെച്ചാൽ എന്താണ്? തിരിച്ചു കിട്ടണമെന്ന് പ്രതീക്ഷിക്കാതെ, എന്തെങ്കിലും ഒരു പ്രതീക്ഷയില്ലാതെ മാറുന്നതിന്റെ പേരാണ് സ്നേഹം. നിഷ്കളങ്ക സ്നേഹം എന്ന് പറഞ്ഞാൽ അതാ. ഒന്നും പ്രതീക്ഷിക്കാതെ തിരിച്ചു തന്നെ സ്നേഹിക്കണമെന്ന് പോലും ശഠിക്കാതെ
അങ്ങോട്ട് സ്നേഹിക്കും. കൊടുക്കുന്നൊന്നാണ് സ്നേഹമെന്ന തിരിച്ചറിവിന്റെ സമ്പൂർണതയാണ് യഥാർത്ഥ സ്നേഹം, കളങ്കരഹിതമായ സ്നേഹം. അപ്പൊ കളങ്കരഹിതമായ ഒരു സ്നേഹം ദൈവവുമായി പ്രഖ്യാപിക്കേണ്ട ജീവിതത്തെ നമ്മൾ എങ്ങനെയാക്കുന്നു? ഒരു വ്യാപാര സദൃശ്യമാക്കി മാറ്റുന്നു. ദൈവം കാര്യം നടത്തി തരേണ്ടവനാണ്, ഈ കാര്യം സാധിക്കുന്നതാണ് പരമപ്രധാനം എന്ന് വരുന്നു. അങ്ങനെ കാര്യം കാണാൻ വേണ്ടിയുള്ള ഉപകരണങ്ങളായി പ്രാർത്ഥനയെ അധപ്പതിപ്പിക്കുമ്പോൾ ഒന്ന്, ബന്ധത്തിൽ നിന്ന് അകലമുണ്ടാകുന്നു. രണ്ടാമത് സംഭവിക്കുന്ന പരിമിതി എന്താ? ഈ ആവശ്യം നിറവേറി കിട്ടിയില്ലെങ്കിൽ ഈ ബന്ധം ഉലയുന്നു. പല സ്നേഹബന്ധങ്ങളും തകരുന്ന അങ്ങനെയല്ലേ? നമ്മളൊരു കാര്യം ചോദിക്കുന്നു, അവരും തരുന്നില്ല, അബന്ധം അവസാനിക്കുന്നു, അകലം ഉണ്ടാകുന്നു. അപ്പൊ ദൈവം നമുക്ക് കാര്യങ്ങൾ നടത്തി തരുന്നില്ല എന്ന ബോധം ഉണ്ടാകുമ്പോൾ ദൈവവിശ്വാസത്തിൽ നമ്മൾ വീണു പോകും. ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനഗുരു പ്രസംഗിക്കുമ്പോൾ പ്രത്യേകമായിട്ട് പറയാണ്, 10 പേർ പ്രാർത്ഥിച്ചാൽ 8 പേരുടെ കാര്യം നടക്കില്ല, അവർക്ക് അർഹതയില്ല. എന്തൊരു നിഷേധമായ വചനമാണെന്ന് നോക്കിയേ, അവർക്ക് അർഹതയില്ല. ദൈവം നമ്മുടെ അർഹത നോക്കിയിട്ടല്ല നമുക്ക് തരുന്നത്. ദൈവിക ദാനമെല്ലാം നമ്മുടെ കുറവുകളിലേക്കും പരിമിതികളിലേക്കും വരുന്നതാണ്. നമ്മുടെ ജീവിതാവശ്യങ്ങൾ നിറവേറി കിട്ടണമെന്ന് നാം ശഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുകയല്ല ചെയ്യുന്നത്. അവിടെ നമ്മൾ കേവല യാചകരായിട്ട് മാറുന്നു. പ്രാർത്ഥനയാണ് ഭിക്ഷയായിട്ട് സ്വീകരിക്കേണ്ടത്. ഇവിടെ ഭൗതിക വസ്തുക്കൾ കേന്ദ്രീകരിച്ചായി പോകുന്നു. ഹൃദയം കെട്ടപ്പെടുന്ന ലോകത്തായി പോകുന്നു. ആവശ്യങ്ങൾ ഉടക്കി പോകുന്നു. ആവശ്യങ്ങളെക്കാൾ പരമപ്രധാനമായ ദൈവത്തിന്റെ സ്നേഹത്തെ നിഷേധിക്കുന്നു. ഈ സ്നേഹനിഷേധം വിശ്വാസരാഹിത്യത്തിലേക്ക് നമ്മളെ നയിക്കും. അതുകൊണ്ട് എന്നെ അനുഗ്രഹിച്ചില്ല എന്ന് തോന്നലുണ്ടാകുന്നു. ഒരിക്കലും ഒരു സഹോദരി ഒരു ധ്യാനം കൂടാൻ പോയി. തിരികെ വന്നിട്ട് പറഞ്ഞൊരു കാര്യം ഇതാണ്, അവിടെ പ്രാർത്ഥിച്ചവർക്കൊക്കെ സൗഖ്യമുണ്ടായി, എനിക്ക് സൗഖ്യമുണ്ടായില്ല. എന്റെ മകൾക്ക് 18 വയസ്സായി, അവൾക്കൊരു ജീവിതമായിട്ടില്ല, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അവൾ അനാഥയായി പോകും. എന്നിട്ട് പറയാണ്, ദൈവം കരുണ കാണിച്ചില്ല. നോക്കിയേ, ദൈവം കരുണാരഹിതനാണെന്ന് പറയാനിടയാവുന്നു. ദൈവത്തിന് കണ്ണില്ലെന്ന് പലപ്പോഴും പറയുന്നു. എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു ഫലവുമില്ലല്ലോ എന്ന് പറയുന്നു. അവിടെയൊക്കെ നിരാശയുടെ ഗർത്തത്തിലേക്ക് മനുഷ്യർ ഹൃദയം തകർന്ന് വീണു പോകുമ്പോൾ വിശ്വാസത്തിനെതിരായിട്ട് പ്രാർത്ഥന മാറുന്നുണ്ട്. അതുകൊണ്ട് കാര്യം നടക്കണമെന്ന ഷാഠ്യമാണ് പ്രാർത്ഥനയെന്നും അത് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന് പറയുന്ന കേവലമായ ഇന്നത്തെ പ്രയോഗ രീതികൾ യഥാർത്ഥത്തിൽ വിശ്വാസത്തെ തകർക്കുന്നതാണ്. വേളാങ്കണ്ണിയിൽ താഴിട്ട് പൊട്ടിയ വീടുണ്ടാകുന്നു, മരത്തിൽ താലി കെട്ടിയാൽ കല്യാണം നടക്കുമെന്നും തൊട്ടിലാട്ടിയാൽ കുട്ടിയുണ്ടാകുമെന്നും മുട്ടിലിഴഞ്ഞാൽ കാര്യം നടക്കുമെന്നും പറയുന്നിടത്ത് പ്രാർത്ഥന അവതാളത്തിലേക്ക് പോവുകയാണ്. ഒരു അവതാളമാണത് പ്രാർത്ഥനയുടെ. ദൈവമനുഷ്യ ബന്ധത്തെ അകറ്റുന്നതാണ്. അത് വിശ്വാസ തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറും. ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ കാര്യം നടക്കുമെന്ന് പറയുമ്പോൾ നടന്നു കിട്ടാത്തവരുടെ ജീവിതത്തിൽ ദൈവം അകലയായി മാറും. ദൈവത്തിൽ നിന്ന് അവർ അകന്നു പോകും. അതുകൊണ്ട് കാര്യസാധ്യത്തിനാണ് പ്രാർത്ഥന എന്ന ഉന്നം മാറ്റണം. ഈ കാര്യസാധ്യത്തിനുള്ള ആവശ്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ പ്രതികൂലങ്ങളുമാണ് നമ്മൾ ദൈവസന്നിധിയിൽ എത്തിക്കുന്നത്. അത് വാസ്തവമാണ്. പക്ഷേ അവിടെ വെച്ച് ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിലേക്ക് മാറണം. ആവശ്യങ്ങളെ കൈവിടണം. സുവിശേഷത്തിൽ സമരിയാക്കാരി ഓർത്താൽ മതി. വെള്ളമെടുക്കാനാണ് കിണറ്റിൽ ചോട്ടി വന്നത്. ആ വെള്ളമെടുക്കാൻ വന്നവളോട് യേശു വെള്ളം ചോദിക്കുന്നു. അവിടെ വെച്ച് യേശുവിൽ നിന്ന് അവൾ ജീവജലം രുചിക്കുന്നു. അങ്ങനെ ജീവജലത്തിന്റെ അരുവി അവളിലൂടെ പ്രവർത്തിക്കാനിടയാവുന്നു. അവൾ ലോകത്ത് സ്നേഹം പ്രഘോഷിക്കുന്നവളാവുന്നു. അവൾ ആരെന്നവൾ മറന്നു പോകുന്നു. ഒരാൾ ദൈവസന്നിധിയിലേക്ക് ഒരു ആവശ്യം വെച്ചിരുമ്പോൾ കാര്യം നടന്നു കിട്ടി തിരിച്ചു പോരുന്നതാണ് വലുതെന്ന് തെറ്റിദ്ധരിക്കരുത്. നമുക്ക് ആവശ്യവും സമ്മർദ്ദവും ഉണ്ടാകുമ്പോൾ യാചനയായി നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത് തെറ്റല്ല. അവിടെ അത് ഉപേക്ഷിക്കണം. അവിടെ അത് ഉപേക്ഷിക്കുകയും ക്രിസ്തുവിനെ തിരിച്ചറിയുകയും കണ്ടുമുട്ടാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ്, എൻകൗണ്ടർ വിത്ത് ജീസസ് സംഭവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന അനുഭവമായിട്ട് മാറുക. അതുകൊണ്ട് വിശ്വാസത്തെ തകർക്കുന്നതായി പലപ്പോഴും മാറിപ്പോകുന്നുണ്ട് പ്രാർത്ഥനകൾ. 1000 തവണ വചനം എഴുതിയാൽ കാര്യം നടക്കും, ബൈബിൾ പഠിച്ചാൽ കാര്യം നടക്കും, ധ്യാനം കൂടിയാൽ കാര്യം നടക്കും, നവനാൾ കൂടിയാൽ കാര്യം നടക്കും, മുട്ടിലിഴഞ്ഞാൽ കാര്യം നടക്കും എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ പ്രാർത്ഥന കാര്യസാധ്യത്തിനുള്ള ഉപകരണമായി അധപ്പതിക്കുന്നു എന്ന് മാത്രമല്ല, ആ ആവശ്യം നിറവേറാതെ പോകുന്നവരുടെ ഹൃദയത്തിനകത്ത് ആഴത്തിലുള്ള മുറിവുണ്ടാവുന്നു. ദൈവം കൈവിട്ട അനുഭവം ഉണ്ടാവുന്നു. ദൈവം അനുഗ്രഹമാണ്, കൂടെ വരുന്നവനാണ്, ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. ആ പരമാർത്ഥം അവർ മറന്നു പോകുന്നു. പൈശാചിക പ്രലോഭനങ്ങൾക്ക് അവർ വിധേയരാകും, നിരാശയിലേക്ക് നിബന്ധിക്കും. അതുകൊണ്ട് വിശ്വാസം തകർക്കുന്നതിനുള്ള കാരണമായിട്ട് പ്രാർത്ഥനകൾ മാറരുത്. പ്രാർത്ഥനയെ ദൈവമനുഷ്യ ബന്ധമായി തിരിച്ചറിയണം. നിന്റെ കാര്യങ്ങളിൽ ദൈവം ഉത്കണ്ഠാകുലനാണ്. അവിടുന്ന് തക്ക സമയത്ത് നടത്തി തരും. നമ്മൾ വിചാരിക്കുന്ന പോലെ ചോദിച്ചിട്ടൊന്നും അല്ലട്ടോ നമ്മുടെ ജീവിതത്തിൽ ദൈവം കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ദൈവത്തിലേക്ക് അടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഹൃദയം ദൈവത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ദൈവിക സമാധാനമാണ് ദൈവത്തിന്റെ പ്രഥമമായ ദാനം. ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്ന ബോധ്യമാണ്. അങ്ങനെ
നമ്മുടെ ഹൃദയം ജ്വലിക്കുകയും പരിശുദ്ധാത്മാവിൽ നമ്മുടെ സ്നേഹം പ്രവഹിക്കുകയും ദൈവ മനുഷ്യ ബന്ധത്തിൽ നാം ആയിത്തീരുകയും ചെയ്യും. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റേണ്ടത് ഏതാണ് ആവശ്യം, ഏതാണ് നടക്കേണ്ടത് എന്നൊക്കെ ദൈവത്തിനറിയാം. പ്രവർത്തിക്കാനും പ്രയത്നിക്കാനും മാത്രമേ നമുക്ക് ബാധ്യതയുള്ളൂ. നമ്മുടെ ജീവിതത്തിന്റെ നിയന്താവ് ദൈവമാണെന്നറിയണം. അവിടുന്ന് തക്ക സമയത്ത് ഇടപെട്ടുകൊള്ളും. നമ്മൾ സ്നേഹന്മാര് വഞ്ചിയിലിരുന്ന് കരഞ്ഞതുപോലെ ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് കരയേണ്ട കാര്യമില്ല. ഈശോ വിശുദ്ധ മർക്കോസ് സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 39-ാം തിരുവചനത്തിൽ കാറ്റിനെ അടക്കി കടലിനെ ശാന്തമാക്കിയ ശേഷം ചോദിക്കുന്നുണ്ട്, അല്പവിശ്വാസികളെ നിങ്ങൾ ഭയപ്പെട്ടത് എന്തുകൊണ്ട്? അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല. അങ്ങനെ നശിച്ചു പോകുന്നവരല്ല നമ്മൾ. 5 കുരുവികൾ 2 നാണയത്തുട്ടിന് വിൽക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്നിനേക്കാൾ വിലപ്പെട്ടവരാണ് നിങ്ങൾ. നിങ്ങളുടെ തലയിലെ ഒരു പൊടിനാരിഴ പോലും നശിച്ചു പോകാതിരിക്കാൻ അവിടത്തേക്കറിയാം. സൂക്ഷ്മതയുള്ള ദൈവമാണ്, കാത്തുപരിപാലിക്കുന്ന ദൈവമാണ്, നമ്മെ ഭൂമിയിലേക്ക് വിട്ട ദൈവമാണ്. ഈ സാഹചര്യങ്ങളുടെ നടുവിൽ നമ്മെ നിർത്തിയിട്ടുള്ളതും ഈ ദൈവമാണ്. ഈ സാഹചര്യങ്ങൾ അതിജീവിക്കാൻ ദൈവം നമുക്ക് കരുത്ത് നൽകും. പ്രവർത്തിക്കണം. മാനുഷികമായ അധ്വാനങ്ങളെയും മാനുഷികമായ പ്രയത്നങ്ങളെയും നിഷേധിച്ചുകൊണ്ടല്ല പറയുന്നത്, പക്ഷേ ഫലം നൽകുന്നതും ആത്യന്തികമായി നമ്മെ ഉയർത്തുന്നതും നമ്മുടെ ഹൃദയത്തെ സ്വാന്തനിപ്പിക്കുന്നതും ചേർത്ത് പിടിക്കുന്നതും ദൈവമാണ്, പരിശുദ്ധാത്മാവിലാണ്. ഈ ബോധ്യം നമുക്കുണ്ടാവണം. വിശ്വാസത്തെ തകർക്കുന്ന, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കുമെന്ന് പറയുന്ന ആ സൂത്രവാക്യത്തെ തള്ളിക്കളയണം. കാര്യം നടക്കാൻ ഒരു സൂത്രവാക്യവുമില്ല. കാര്യം നടക്കാൻ ഒരു കുറുക്കു വഴിയല്ല പ്രാർത്ഥന. കാര്യം നടത്തുകയല്ല പ്രാർത്ഥനയുടെ ലക്ഷ്യം. നമ്മൾ യാചിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ സമ്മർദ്ദങ്ങളെ കുറിച്ചാണ്. ആ സമ്മർദ്ദങ്ങൾ നമ്മുടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ഹൃദയം ശാന്തമാകണം. അമ്മയുടെ മടിയിലെത്തിയ കുട്ടിയെപ്പോലെ പിന്നെ ഭയമില്ലാണ്ടാവണം. അപ്പന്റെ കൈവിരൽ തൂങ്ങുന്ന കുട്ടിയെപ്പോലെ ഉറപ്പുള്ളവരാകണം. അവൻ നോക്കിക്കൊള്ളും എന്ന് വിചാരിക്കണം. പിതാവുമായി കൈവിരൽ തുമ്പി തൂങ്ങിപ്പോകുന്ന ഒരു കുട്ടി ഒരു നായ എതിരെ വരുമ്പോൾ ഭയപ്പെടുന്നില്ല. അവനറിയാം അപ്പൻ നോക്കിക്കൊള്ളും. ഈ സുരക്ഷിതത്വ ബോധം ഉണ്ടാകണം. നമുക്ക് വേണ്ടി മുറിവേറ്റവനായ ഒരുവൻ നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. അവൻ നമുക്ക് വേണ്ടി മുറിവേറ്റവനാണ്. നമ്മെ രക്ഷിക്കാൻ വേണ്ടി കുരിശിൽ മരിച്ചവനാണെങ്കിൽ നമ്മുടെ ജീവിതം തകർന്നു പോകാതിരിക്കാൻ, ഈ വള്ളം മുങ്ങിപ്പോകാതിരിക്കാൻ അവിടുന്ന് കാത്തുകൊള്ളും എന്നുറപ്പുണ്ടാകണം. ഏത് സമുദ്രത്തിലൂടെയും നടക്കാൻ അവന്റെ ഒരു വിരൽ തുമ്പ് മതി. അവൻ പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് ഹൃദയബോധ്യം ഉണ്ടാകണം. അതുകൊണ്ട് ആദ്യം ഉണ്ടാകേണ്ടത് വിശ്വാസമാണ്. വിശ്വാസം സമാധാനം നൽകും. വിശ്വാസം എന്താണ്? എന്റെ ജീവിതത്തിന് ആവശ്യമായവ നൽകാൻ എന്റെ കർത്താവിനറിയാം. നിങ്ങളുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അവിടുത്തെ ദൈവിക ജീവൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. അതിലുറയ്ക്കണം. നാം ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങൾ നടക്കണമെന്നല്ല വാശി പിടിക്കേണ്ടത്. ദൈവം ഡിസൈൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടക്കണം. ദൈവിക പദ്ധതി പോലെ സംഭവിക്കണം. അതുകൊണ്ട് ദൈവമേ, എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്, ഞാനിത് നിന്റെ കയ്യിൽ വെക്കുന്നു. നിന്റെ ഇഷ്ടം നിറവേറട്ടെ. നിന്റെ ഇഷ്ടമായിരിക്കും യഥാർത്ഥത്തിൽ നിറവേറേണ്ടത്. നിന്റെ ഇഷ്ടം നിറവേറുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് അവിടെ നീയുണ്ടെന്നും നിന്നിലാണ് ഞാനെന്നും നിന്നിൽ ഞാൻ വിജയിക്കുമെന്നും. നീ മരണത്തെ ജയിച്ചവനാണ്. നീ മരണത്തെ ജയിച്ചത് നിനക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാ. നീ കുരിശിൽ മരിച്ചത് നിനക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാ. അങ്ങനെ എനിക്ക് വേണ്ടി മരിച്ച്, എനിക്ക് വേണ്ടി ഉയർത്ത്, എനിക്ക് വേണ്ടി ആത്മാവിനെ വർഷിച്ച എന്റെ ദൈവം എന്റെ പക്ഷത്തുണ്ടെന്ന ഒരു ഉറപ്പിലേക്ക് എത്താനാണ് നമുക്ക് കഴിയേണ്ടത്. അതിന് സൂത്രവാക്യങ്ങളും സൂത്രപ്പണികളും ഉപയോഗിക്കുകയല്ല, കുറുക്കു വഴികൾ അന്വേഷിക്കുകയല്ല വേണ്ടത്. സമാധാനമാവുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്, ജീവിതാവശ്യങ്ങൾ സമ്മർദ്ദപ്പെടുത്തുമ്പോൾ അവയെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാനും ദൈവസന്നിധിയിൽ ശാന്തരായിരിക്കാനും കഴിയണം. ഞാനിങ്ങനെ ഒരു ആവശ്യത്തിന്റെ സമ്മർദ്ദത്തിലാണ്. ഇത് നടന്നാലും നടന്നില്ലെങ്കിലും നിന്റെ ഇഷ്ടമേ നടക്കാവൂ. ഞാൻ എന്റെ ആഗ്രഹത്തെ, എന്റെ ജീവിതത്തിലെ സമ്മർദ്ദത്തെ നിന്റെ കരങ്ങളിൽ വെക്കുന്നു. നീയാണ് സമാധാനം. നിനക്കാണ് എല്ലാം ചെയ്യാൻ കഴിയുന്നത്. നിന്റെ സന്നിധിയിൽ അധ്വാനങ്ങളെല്ലാം ദൈവത്തിൽ ഏൽപ്പിക്കാൻ പറ്റണം. ശ്രമങ്ങളെല്ലാം ദൈവത്തിൽ ഏൽപ്പിക്കാൻ പറ്റണം. ദൈവത്തിൽ നിന്നാണെന്ന് ബോധ്യം ഉണ്ടാവണം. ദൈവം തക്ക സമയത്ത് ഇടപെടുമെന്ന ബോധ്യത്തോടെ ജീവിതത്തിൽ സമാധാനപൂർണമായി വ്യാപരിക്കാൻ കഴിയണം. അതാണ് പ്രാർത്ഥന. ജീവിതത്തിൽ ഓരോ നിമിഷവും ഈ പ്രാർത്ഥനയായിട്ട് മാറണം. ജപങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നല്ലതാണ്. ജപങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ഒക്കെ നാം കടന്നു ചെല്ലുന്നത് ദൈവസന്നിധിയിലേക്കാണ്. ആ ദൈവസന്നിധിയിലേക്ക് എത്താനുള്ള മാർഗങ്ങളായി വാചിക പ്രാർത്ഥനകളെ മനസ്സിലാക്കണം, ധ്യാനാത്മക പ്രാർത്ഥനയെ മനസ്സിലാക്കണം, യാചന പ്രാർത്ഥനയെ മനസ്സിലാക്കണം. കടന്നു ചെന്നാൽ ദൈവവുമായുള്ള സമാഗമമാണ്. ആ വേദിയായി പ്രാർത്ഥനയെ തിരിച്ചറിയണം. ഹൃദയത്തിനകത്ത് അപ്രകാരം ഒരു കൂട്ടായ്മ സംഭവിക്കുമ്പോൾ, ദൈവമനുഷ്യ സംയോഗം നടക്കുമ്പോൾ ദൈവത്തിന്റെ ജീവിതമായി നമ്മുടേത് മാറും. അവിടെ നമ്മൾ സമാധാനമുള്ളവരായി മാറും. ഏത് കടലിനെയും താണ്ടാനുള്ള ശേഷി ഉണ്ടാകും. ഏത് അഗ്നിയെയും അതിജീവിക്കുന്ന സ്നേഹമായിട്ട് നമ്മുടെ ജീവിതം മാറും. അപ്രകാരമായി മാറുന്നില്ലെങ്കിൽ
പ്രാർത്ഥനകൾ വിശ്വാസത്തെ തകർക്കുന്നതായി മാറും. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴും ഓർക്കണം, എന്റെ ഇഷ്ടത്തിലും താല്പര്യത്തിലും കുടുങ്ങി എന്റെ ആവശ്യം കാണാൻ വേണ്ടി ഒരു സമ്മർദ്ദ തന്ത്രമായി പ്രാർത്ഥനയെ പ്രയോഗിക്കുന്ന എനിക്ക് വിശ്വാസം തകരാനുള്ള സാധ്യതയുണ്ട്. പ്രാർത്ഥന വിശ്വാസം ഉയർത്തേണ്ടതാണ്. ദൈവമനുഷ്യ ഐക്യത്തിന്റെ വേദിയാണ്. അതുകൊണ്ട് ആ സമാഗമത്തിന് ഒരുങ്ങുന്ന ഒന്നായി നമ്മുടെ ഹൃദയത്തെ മാറ്റാൻ കഴിയട്ടെ. പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മാർപ്പാപ്പ പറഞ്ഞതുപോലെ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ ചുറ്റുവട്ടത്ത് നാം അനുഭവിക്കാത്ത തരത്തിൽ ദുരന്തങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന അനേകരുണ്ട്. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം. ദൈവമേ, നിനക്ക് കണ്ണില്ല എന്നല്ല ചോദിക്കേണ്ടത്, എല്ലാം നീ അറിയുന്നു. നീ നിന്റെ ഇഷ്ടം നിറവേറ്റണമേ, ഞങ്ങളെ നിന്റെ ഇഷ്ടത്തിലേക്ക് നീ നയിക്കണമേ. അങ്ങനെ നിന്റെ ഇഷ്ടം കൊണ്ട് ഞങ്ങൾ നിറയുകയും നിനക്ക് ഏറ്റവും പ്രീതികരമായ ജീവിതം നയിക്കുന്നവരായി ഞങ്ങളെ മാറ്റുകയും ചെയ്യണമേ. ആമേൻ.